எச்சரிக்கை ஏக நபரத்தின் எச்சரிக்கை அனுமதி கொடு அனுமதி கொடு. കഴിഞ്ഞ 910 ദിനങ്ങളായി ഒരു ജനത സമരമുഖത്താണ് കാഞ്ചീപുരത്തെ പെരന്തൂർകാർ. ജനിച്ച മണ്ണിൽ നിന്നും എയർപോർട്ടിൻ്റെ പേരിൽ കുടിയിറക്കപ്പെടേണ്ടി വരുന്നവർ. കഴിഞ്ഞ 2.5 കൊല്ലം പല നേതാക്കളും ഇവിടെ വന്നുപോയി. ആശ്വാസവാക്കുകൾ ചൊരിഞ്ഞതല്ലാതെ ഒന്നും സംഭവിച്ചതുമില്ല. പതിയെ പെരന്തൂരുകാരെയും അവരുടെ സമരത്തെയും മാധ്യമങ്ങൾ ഉൾപ്പെടെ മറന്നു. അവിടേക്കാണ് കഴിഞ്ഞ ദിവസം അയാൾ എത്തിയത്. തുറന്ന കാരവാനിൽ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി വിജയ് തുടങ്ങി. ഈ നാട് കർഷകന്റേതാണ്. കർഷകനെതിരായ ഒരു രാഷ്ട്രീയ നീക്കവും അംഗീകരിക്കാനാകില്ല. இன்னொரு தீர்மானம் அதே மாநில மாநாட்டில் நான் சொன்னேன். அது விவசாய நிலங்கள் பாதுகாப்பு கொள்கை தீர்மானம். அதில் காஞ்சிபுரம் மாவட்டம் பரந்தூரில் 1000க்கும் மேற்பட்ட ஏக்கர் பரப்பளவில் 13 நீர்நிலைகளை அழிச்சு சென்னையை நிரந்தரமாக வெள்ளக்காடாக்கும் திட்டத்தை ஒன்றிய மாநில அரசுகள் கைவிட வேண்டும் வலியுறுத்தின. அது மட்டும் இல்லாம இந்த மண்ணுக்காகவும் மக்களுக்காகவும் நம்ம விவசாயிகள் பாதிக்கிற இந்த திட்டத்துக்கு எதிராக சட்ட போராட்டம் நடத்தவும் தயங்க மாட்டோம்னு சொல்லியிருந்தோம். அதை இங்க உங்க முன்னாடி ரொம்ப ஸ்ட்ராங்கா வலியுறுத்துறேன். இந்த பிரச்சனையில நான் உங்களோட உறுதியா நிற்பேன். പിന്നീട് തലങ്ങും വിലങ്ങും DMK വിമർശിച്ചു. അഴിമതിക്കാരെ ഇനി ജനങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ലെന്ന് പറഞ്ഞു. ഓരോ വാക്കിലും ഒരു മികച്ച പ്രതിപക്ഷ നേതാവിൻ്റെതിന് സമാനമായ ഊർജവും തീവ്രതയും. இனிமேல் உங்க நாடகத்தை பார்த்துக்கிட்டு மக்கள் சும்மா இருக்க மாட்டாங்க. உங்களோட இந்த விமான நிலையத்துக்காக நீங்க ஆய்வு செஞ்ச இடத்தை மறு ஆய்வு செய்யணும்னு ஒன்றிய அரசுக்கும் மாநில அரசுக்கும் நான் கேட்டுக்கிறேன். விவசாய நிலங்கள் இல்லாத இந்த பாதிப்புகள் குறைவா இருக்கிற இடங்களா பார்த்து உங்களுடைய விமான நிலையத்தை கொண்டு வாங்க. வளர்ச்சி தான் மக்களை முன்னேற்றம். ஆனா அந்த வளர்ச்சின்ற பேர்ல நடக்கிற அழிவு மக்களை ரொம்பவே பாதிக்கும். ഒരു പ്രാക്ടിക്കൽ രാഷ്ട്രീയക്കാരനിലേക്കുള്ള വിജയുടെ മാറ്റം ആദ്യ സമ്മേളനത്തിൽ തന്നെ വ്യക്തമായതാണ്. അതിനടിവരയിടുന്നതായിരുന്നു പെരന്തൂരിലെ ഓരോ നീക്കവും. തൻ്റെ ചിത്രങ്ങളിലെ മാസ് ഗാനങ്ങൾ സമരവേദിയിൽ വേണ്ടെന്ന വിജയ് നിർദ്ദേശിച്ചു. TVKയുടെ വെട്രിഗാനം മാത്രം മുഴങ്ങി. വ്യക്തിപരമായി ആരുടെയും പേരെടുത്തുള്ള വിമർശനമില്ല, മറിച്ച് കൊള്ളേണ്ടത് കൃത്യമായി കൊള്ളിക്കുന്ന വാക്കുകൾ. സമരം നടക്കുന്ന ഏകനാപുരത്തേക്കുള്ള തൻ്റെ യാത്ര തടഞ്ഞത് സർക്കാരാണെന്നും വിജയ് സമർത്ഥിച്ചു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ DMK തൂത്തുവാരിയ കാഞ്ചീപുരത്താണ് വിജയുടെ ഗ്രാൻഡ് എൻട്രി. തമിഴക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സാങ്കേതികമായി ഒരു മികച്ച പ്രതിപക്ഷ നേതാവിൻ്റെ ഒഴിവുണ്ട്. പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമിയുടെ ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും വലിയ മൂർച്ചയില്ല. ജനങ്ങളുടെ ഉള്ളിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വരാനാണ് വിജയുടെ ശ്രമം. ഒപ്പം അണ്ണാമലയുടെയും. 2026-ൽ താൻ ഗ്യാലറിയിലായിരിക്കില്ലെന്നും ഗ്രൗണ്ടിൽ ഉണ്ടാകുമെന്നും വിജയ് ഉറപ്പു നൽകിയിട്ടുണ്ട്. വിജയുടെ വാക്കുകൾ ജനങ്ങളുടെ ഉള്ളിലേക്ക് അതിവേഗം കയറുന്നുമുണ്ട്. TVKയുടെ കോൺഫിഡൻസ് കൂട്ടുന്നതും DMKയുടെ ഹൃദയമിടിപ്പ് കൂട്ടുന്നതും ഇതേ ഘടകം തന്നെയാണ്.